postulate 3 പറയുന്നത് the allowed values of an observable property A are the eigenvalues AI in the operator equation A phi I A cap phi I equal to AI phi I. The allowed values of an observable property A are the eigenvalues AI in the operator equation A phi I equal to A cap phi I equal to AI phi I. The equation is called the eigenvalue equation. Phi I eigen function of operator A എന്ന് പറയും. ആ സ്മാൾ AI ആണ് നമ്മൾ പറഞ്ഞ eigen വാല്യൂ. അപ്പോൾ ഈ പോസ്റ്റുലേറ്റ് പറയുന്നത് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് മെഷർമെന്റിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഈ സിസ്റ്റത്തിനെ വേവ് ഫംഗ്ഷനാക്കി പ്രോപ്പർട്ടീനെ ഓപ്പറേറ്ററാക്കി. അപ്പോൾ എ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അതിൻ്റെ ഓപ്പറേറ്റർ എ ക്യാപ്പ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ വേവ് ഫംഗ്ഷൻ നമ്മൾ തൽക്കാലം ഇവിടെ ഫൈ ആയി എടുത്തുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വരുമ്പോൾ കിട്ടുന്ന ആൻസർ ആ ഓപ്പറേഷൻ ചെയ്ത് വരുമ്പോൾ കിട്ടുന്നത് ആ ഫംഗ്ഷൻ തന്നെയാണ് അതിൻ്റെ ആൻസറായിട്ട് കിട്ടുന്നത്. ആ ഫംഗ്ഷൻ മൾട്ടിപ്ലൈഡ് ബൈ എ കോൺസ്റ്റന്റ്. അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് ഐജീൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഐജീൻ ഓപ്പറേറ്ററിൻ്റെ ഐജീൻ വാല്യൂ ഇക്വേഷൻ ഐജീൻ ഓപ്പറേറ്ററും ഐജീൻ ഫംഗ്ഷനും ഒക്കെ അതിലാണ് ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളൊരു ഓപ്പറേറ്റർ എയും ഒരു ഫംഗ്ഷൻ എഫ് എക്സും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഓപ്പറേറ്ററിനെ ഫംഗ്ഷൻ്റെ മേലെ ചെയ്ത് നോക്കുമ്പോൾ ആ ഫംഗ്ഷൻ തന്നെയാണ് നമുക്ക് ആൻസറായിട്ട് കിട്ടുന്നത്, ബട്ട് മൾട്ടിപ്ലൈ ബൈ എ കോൺസ്റ്റന്റ്. അപ്പോൾ അങ്ങനത്തെ ഫംഗ്ഷനെ ഐജീൻ ഫംഗ്ഷൻ എന്ന് പറയും വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് ഓപ്പറേറ്റർ. ആൻഡ് ആ കോൺസ്റ്റന്റിന് ഐജീൻ വാല്യൂ എന്ന് പറയും. ആ ഐജീൻ വാല്യൂ എന്താണ് ഒരു റിയൽ കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന് വേറെ ഫംഗ്ഷനുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല. അത് ഐജീൻ എന്നുള്ളതിൻ്റെ മീനിങ് ഓൺ എന്നാണ് കേട്ടോ. ഓൺ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് എന്നൊക്കെയാണ്. അപ്പോൾ ആ ഫംഗ്ഷൻ്റെയും ഓപ്പറേറ്ററിൻ്റെയും കൂടിയുള്ള ഒരു കോമ്പിനേഷൻ്റെ ഒരു ക്യാരക്ടറാണ് ആ വാല്യൂ. ആ വാല്യൂ ആണ് ശരിക്കുള്ള മെഷർമെൻറ്റ്. ഈ മെഷർമെൻറ്റ് നമ്മൾ സാധാരണ നിലയ്ക്ക് ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് മെഷർ ചെയ്യുന്നതാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ. പക്ഷേ തിയറി അങ്ങനെയല്ല. തിയററ്റിക്കലായിട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ എന്നാണ് അതിൻ്റെ വാല്യൂ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഉദാഹരണത്തിന് ഒരു എ ക്യാപ്പ് ഒരു ഓപ്പറേറ്റർ ഡി ബൈ ഡി എക്സ് ഒരു ഫംഗ്ഷൻ ഇ റേസ് ടു എ എക്സ് എന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കിയാൽ നമ്മൾ ആ ഒരു ഓപ്പറേഷൻ ചെയ്ത് നോക്കുന്നു എ എഫ് എക്സ് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എ എക്സ് വരും. അതിൻ്റെ ആൻസർ എ ഇൻറ്റു ഇ റേസ് ടു എ എക്സ് തന്നെ വരാം, അല്ലെങ്കിൽ എ ഇൻറ്റു എഫ് എക്സ് വരാം. അപ്പോൾ ഇതൊരു ഐജീൻ കണ്ടീഷനാണ്, ഐജീൻ വാല്യൂ ഇക്വേഷനായി. ഇപ്പോൾ അതിന് ആ ഇ റേസ് ടു എ എക്സിനെ ഡി ബൈ ഡി എക്സിൻ്റെ ഐജീൻ ഫംഗ്ഷൻ എന്ന് പറയാം. ആ കോൺസ്റ്റന്റ് എ ആണ് ഇവിടുത്തെ ഐജീൻ വാല്യൂ. അതാണ് മെഷർമെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ മെഷറബിൾ വാല്യൂ ആയിട്ട് കിട്ടുന്നത്. വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കൂ. എ ക്യാപ്പ് ഡി ബൈ ഡി എക്സിൻ്റെ എഫ് എക്സിനെ നമ്മൾ മാറ്റിയിട്ട് ലോഗ് എക്സ് എടുക്കുക. അപ്പോൾ ചെയ്ത് നോക്കിയാൽ വരിക എ ക്യാപ്പ് എഫ് എക്സ് 1/x കിട്ടുക, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു എഫ് എക്സ്. അപ്പോൾ ഇത് ഒരു ഐജീൻ കണ്ടീഷൻ അല്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് ഒരു മെഷറിങ്ങിലേക്ക് എന്താണ് ഒരു മെഷർമെൻറ്റിലേക്ക് എത്തണമെങ്കിൽ അതൊരു ഐജീൻ വാല്യൂ ഇക്വേഷനിലേക്ക് ഈ ഓപ്പറേറ്ററിനെയും വേവ് ഫംഗ്ഷനെയും കൂടി നമുക്ക് സെറ്റ് ചെയ്ത് എടുക്കാൻ കഴിയണം. അപ്പം അതിന് ഈ നമ്മൾ സാധാരണ ഉള്ള ഒരു ഇക്വേഷനാണ് ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ വളരെ ഷോർട്ടായിട്ടുള്ളൊരു ഫോമാണ് എച്ച് ഐ ഈക്വൽ ടു ഇ സൈ. അവിടെ എച്ച് ക്യാപ്പ് എനർജിയുടെ ഓപ്പറേറ്ററാണ്, ടോട്ടൽ എനർജി ഓപ്പറേറ്ററാണ്. ആ ടോട്ടൽ എനർജി ഓപ്പറേറ്റർ ഈ എന്താണ് വേവ് ഫംഗ്ഷൻ്റെ മേലെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സൈ തന്നെയാണ് മൾട്ടിപ്ലൈ ബൈ ദ കോൺസ്റ്റന്റ് ഇ വെർ ഇ ഈസ് ദ എനർജി. അപ്പോൾ എനർജി കിട്ടണമെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ എനർജിയുടെ വാല്യൂ കിട്ടണമെങ്കിൽ മെഷർമെൻറ്റ് കിട്ടണമെങ്കിൽ ഈ ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്ററിനെ വേവ് ഫംഗ്ഷൻ്റെ മേലെ ഓപ്പറേറ്റ് ചെയ്ത് നോക്കണം എന്നാണ് ഇതിൻ്റെ മീനിങ്. അടുത്ത പോസ്റ്റുലേറ്റ് 4. അപ്പോൾ നമ്മൾ അങ്ങനെ മെഷർമെൻറ്റ് ചെയ്താൽ നമുക്ക് ഒരുപാട് വാല്യൂ കിട്ടും.
അസംഖ്യം എന്താണ് വാല്യൂസ് കിട്ടും. ഇപ്പോൾ ടെമ്പറേച്ചറോ എനർജിയൊക്കെ മെഷർ ചെയ്യുകയാണെങ്കിൽ അസംഖ്യം എനർജി വാല്യൂസ് കിട്ടും. അതിന് നമ്മളിപ്പോൾ അങ്ങനെ ഒരുപാട് വാല്യൂ കിട്ടി കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ആവറേജ് വാല്യൂ എടുക്കുകയാണ് ചെയ്യുക. ആ ആവറേജ് എങ്ങനെ എടുക്കണം എന്നുള്ളതിൻ്റെ ആവറേജ് ഡയറക്റ്റായിട്ട് എടുക്കാനുള്ള ഒരു റിലേഷനാണ് പോസ്റ്റ്ലേറ്റ് 4. ആവറേജ് വാല്യൂ ഓർ എക്സ്പെക്ടേഷൻ വാല്യൂ എന്ന് തന്നെ പറയും. an observable property A is obtained from the relation A, expectation A equal to integral minus infinity to plus infinity psi star A cap psi dx if it is in x direction or d tau എടുക്കേണ്ടി വരും. അത് വോളിയം എലിമെന്റിലാണെങ്കിൽ A cap is the corresponding operator and psi is a normalized wave function. ഇത് നമ്മൾ നേരത്തെ കണ്ട ഐജീൻ വാല്യൂ പോസ്റ്റ്ലേറ്റിൻ്റെ അതിൻ്റെ തൊട്ടടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതായത് ഐജീൻ വാല്യൂ ഓപ്പറേഷനിൽ നമുക്ക് ഒരുപാട് വാല്യൂ കിട്ടും, അസംഖ്യം വാല്യൂസ് കിട്ടും. അതിനെ ഒരു ആവറേജ് വാല്യൂ ആക്കി എടുക്കാൻ ഉള്ള ഒരു ഡയറക്റ്റ് റൂട്ടാണിത്. ഇതാണ് ഈ ക്വാണ്ടം മെക്കാനിക്കൽ കാൽക്കുലേഷനിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു ഇക്വേഷനാണ് വർക്ക് ചെയ്യുന്നത് ശരിക്കും. അതിലേക്കാണ് നമ്മൾ കൊണ്ട് എത്തിക്കുന്നത് എല്ലാ പ്രോബ്ലംസിനും. അതൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ച് മിനിറ്റ് പ്രോബ്ലം ചെയ്യാനുണ്ട്, അത് ചെയ്യുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. അടുത്ത പോസ്റ്റ്ലേറ്റ്, അല്ലെങ്കിൽ 5 പോസ്റ്റ്ലേറ്റ് ആയിട്ടാണ് ഞാനിതിനെ പറഞ്ഞിരിക്കുന്നത്. അതിൽ 5ാമത്തെ പോസ്റ്റ്ലേറ്റ് ദ വേവ് ഫംഗ്ഷൻ psi qt. അവിടെ നിന്നാണല്ലോ നമ്മൾ തുടങ്ങിയത്. അപ്പോൾ അത് എവിടെ നിന്ന് കിട്ടും, അവിടെ തന്നെ എത്തിക്കുകയാണിത്. ദ വേവ് ഫംഗ്ഷൻ psi qt can be obtained by solving the time dependent Schrodinger equation h psi qt equal to ih by 2 pi dou psi by dou t qt, where h cap is the Hamiltonian operator. ഇത് ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ വേറൊരു ഫോമാണ്. നിങ്ങൾ ആദ്യം പഠിച്ചിരിക്കുന്ന ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷനാണ്. അതിൽ ടൈമില്ല, ഇത് ടൈമുള്ള ഫോമാണ്. അപ്പോൾ അതിൽ പൊസിഷനും വരുന്നുണ്ട്, ടൈമും വരുന്നുണ്ട്. ആ ഒരു റിലേഷനിൽ നിന്ന് ആ ഒരു ഇക്വേഷനെ സോൾവ് ചെയ്തിട്ടാണ് ഈ വേവ് ഫംഗ്ഷൻ കിട്ടുന്നത് എന്നുള്ളതാണ് 5ാമത്തെ പോസ്റ്റ്ലേറ്റ്. 4ാമത്തെ 3ാമത്തെ ഒക്കെ പോസ്റ്റ്ലേറ്റിൽ പറഞ്ഞത് എങ്ങനെ ഒരു പ്രോപ്പർട്ടി കിട്ടുന്നു എന്നുള്ളതാണ്. ആ പ്രോപ്പർട്ടി കിട്ടിക്കഴിഞ്ഞു. എങ്ങനെ കിട്ടിയത്? ഐജീൻ വാല്യൂ ഇക്വേഷന് അതിൻ്റെ ഓരോ സിംഗിൾ വാല്യൂസ് കിട്ടി. എക്സ്പെക്ടേഷൻ വാല്യൂ പോസ്റ്റ്ലേറ്റിന് അതിലൂടെ പോയാൽ അതിൻ്റെ ആവറേജ് എക്സ്പെക്ടേഷൻ വാല്യൂ കിട്ടും. ഇതിന്ന് പോസ്റ്റ്ലേറ്റ് 5ൽ നിന്ന് ആ വേവ് ഫംഗ്ഷനും റെഡ്യൂസ് ചെയ്ത് എടുക്കാൻ കഴിയും. ഇങ്ങനെ 5 പോസ്റ്റ്ലേറ്റ് ആയിട്ടാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ പോസ്റ്റ്ലേറ്റ് പറയുന്നത്. നിങ്ങളുടെ ബുക്കിൽ കൂടുതൽ പോസ്റ്റ്ലേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ തന്നെയുള്ള കാര്യങ്ങളാണത്. ഈ 5 പറഞ്ഞാലും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാലും മതി. നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്നത് ഈ പോസ്റ്റ്ലേറ്റുകളിലൂടെ ഉണ്ടായിട്ടുള്ള ബിൽഡപ്പ് ഇതാണ്. സിസ്റ്റത്തെ അതിൻ്റെ വേവ് ഫംഗ്ഷനാക്കി, പ്രോപ്പർട്ടീനെ അതേ സിസ്റ്റത്തിൻ്റെ തന്നെ പ്രോപ്പർട്ടീനെ ഓപ്പറേറ്ററാക്കി, എന്നിട്ട് ആ സിസ്റ്റത്തിൻ്റെ പ്രോപ്പർട്ടി മെഷർ ചെയ്യണം. ആ മെഷർമെൻറ്റ് ചെയ്യുന്നത് 3rd പോസ്റ്റ്ലേറ്റിലാണ്. എങ്ങനെ? ഓപ്പറേഷൻ ബൈ ദ ഐജീൻ വാല്യൂ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് കുറേ വാല്യൂ കിട്ടും. അതിനെ നമ്മൾ ആവറേജ് ആക്കി, ഇതിൻ്റെ ആവറേജ് എടുക്കുന്നത് എക്സ്പെക്ടേഷൻ വാല്യൂ ഇക്വേഷനിലാണ്. ദാറ്റ് ഈസ് ഇൻ ദ 4th പോസ്റ്റ്ലേറ്റ്. അപ്പോൾ അടുത്ത ചോദ്യം വന്നു, ലാസ്റ്റ് ചോദ്യം വന്നു. ഇപ്പോൾ ഇത്രയൊക്കെ ആയല്ലോ, മെഷർമെൻറ്റ് പ്രോപ്പർട്ടി കിട്ടിയല്ലോ, എന്നാൽ പിന്നെ ആ വേവ് ഫംഗ്ഷനും കൂടി എടുത്തുകൂടെയെന്ന് വെച്ചാൽ അതിനുള്ള ആൻസറാണ് ആ 5th പോസ്റ്റ്ലേറ്റ്. വേവ് ഫംഗ്ഷൻ എടുക്കുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്നാണ്. സാധാരണ ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലംസിൽ ഒരു പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സോ ഹൈഡ്രജൻ ആറ്റോ അങ്ങനെയൊക്കെ അനാലിസ് ചെയ്യുമ്പോൾ 2 കാര്യങ്ങളാണ് അതിൽ നിന്ന് എടുക്കാറ്. ഒന്ന് അതിൻ്റെ എനർജി, ആ പർട്ടിക്കുലർ സിസ്റ്റത്തിൻ്റെ എനർജി ലെവൽസ്. രണ്ടാമത്തെ അതിൻ്റെ വേവ് ഫംഗ്ഷൻ. അതിൽ ഈ എനർജി 3ഉം 4ഉം കണ്ടീഷനിൽ റെഡ്യൂസ് ചെയ്തെടുക്കാം. വേവ് ഫംഗ്ഷൻ 5ാമത് പറഞ്ഞ അതൊന്നും റെഡ്യൂസ് ചെയ്തെടുക്കാം. അങ്ങനെയാണ് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ പ്രോബ്ലം ഈ പോസ്റ്റ്ലേറ്റിൻ്റെ ഒരു സീക്വൻസ് ഉപയോഗിച്ച് ചെയ്തെടുക്കുന്നത്. അതൊരു സിമ്പിൾ പ്രോബ്ലംസ് ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും.